അയാള് ചെയ്തത് തെറ്റ് തന്നെ. അത് തന്നെയാണ് മമ്മദണ്ണനും ചെയ്തത്. മമ്മദണ്ണൻ ആയിഷയെ കല്യാണം കഴിക്കുമ്പോൾ എത്ര ഭാര്യമാരുണ്ടായിരുന്നു ഹിബ? 53 വയസ്സുകാരൻ 6 വയസ്സുകാരിയെ കണ്ടപ്പോൾ എന്താണ് ഹിബ നിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ ഒരു ഉദ്ധാരണം ഉണ്ടായതും ആ കൊച്ചിനെ തന്നെ കെട്ടണമെന്നും പറഞ്ഞത്? 53കാരൻ 6 വയസ്സുകാരിയെ കെട്ടിയാൽ അത് ശിശുപീഡനമല്ലേ ഹിബ? ഹിബയുടെ വാപ്പ 53കാരന് ഹിബയെ 5 വയസ്സുള്ളപ്പോൾ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാലോ? ഇനി ഹിബയ്ക്ക് 5 വയസ്സുള്ള ഒരു മകളുണ്ടെങ്കിൽ ഒരു 53കാരന് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാലോ? നിങ്ങൾ പറയുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നതല്ലല്ലോ എന്ന് പ്രവാചകൻ കാണിച്ചു തന്നതല്ലേ? തളിപ്പറമ്പിലെ ഞാൻ കണ്ടു പ്രീതിക്കാർ. അപ്പോ ഇതൊന്നും ഇസ്ലാം പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയണ്ട. പക്ഷേ മാനവരിൽ മഹാമ്ലേച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചു തന്ന ഒരു ചര്യ, പ്രവാചകന്റെ ചര്യ എന്ന് പറഞ്ഞാൽ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റണ്ടായോ ഹിബ? അതല്ലെങ്കിൽ വളരെ മോശമല്ലേ? ആ പ്രവാചക ചര്യകൾ നമ്മൾ പിൻപറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകത്തില്ലേ? അപ്പോൾ നിർബന്ധമായും ഓരോ വിശ്വാസിയും അറ്റ്ലീസ്റ്റ് ഓരോ വിശ്വാസിയെ എങ്കിലും പീഡിപ്പിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലാണ് നമ്മൾ സുന്നത്ത് ചെയ്ത പ്രതിഫലം കിട്ടുക. പാകിസ്ഥാനിലെ തീവ്രവാദി നേതാക്കൾക്ക് അവിടെ നിൽക്കട്ടെ, അതൊരു ഭീകരനെ അജ്ഞാതൻ വധിച്ച വാർത്തയാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഉസ്താദന്മാരുടെ അത് തന്നെയുണ്ട് ഇഷ്ടം പോലെ. പിന്നെയല്ലേ ബാക്കി ഇവന്മാർ ഈ നാട്ടിൽ എന്താണ് പറയാനും പഠിപ്പിക്കാനും ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചിട്ട് ഒരുപാട് കാലം ജമാഅത്തിന്റെ രീതി എന്താ? എന്തിനപ്പോ ഇത് പറയുന്നതെന്ന് അറിയുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പൊ ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ. ഈ ജനാധിപത്യ രാജ്യത്ത് ഇതുപോലെയുള്ള ശിശുപീഡനങ്ങളും ബലാത്സംഗങ്ങളും കൊലകളും ഒക്കെ കണ്ടാല് നമ്മളുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനം അനുസരിച്ച് അവിടെ ഒരു ശിക്ഷ വിധിക്കും. ഓക്കെ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് പോലെ നാളെ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായാൽ ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ഇന്ത്യയില് സുലഭമായി നടക്കില്ലേ? അപ്പോൾ ഹിബാമാരും സഫിയാമാരും സുഫിയാന്മാരും ഒക്കെ എന്ത് പറയും? മനസ്സിലായല്ലോ? ബെഡ്ഷീറ്റ് പോലെയാണ് പെണ്ണ് എന്ന് പറഞ്ഞില്ലേ റവി? അങ്ങനെ ഇസ്ലാമിക ശരീഅത്ത് നിയമം വന്നാൽ ഈ ബലാത്സംഗവും ശിശുപീഡനവും മൃഗഭോഗവും ശവഭോഗവും ഒക്കെ യഥേഷ്ടം നിയമാനുസൃതം നമ്മുടെ നാട്ടിൽ നടക്കില്ലേ? അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നത്. വോട്ട് ചെയ്യാൻ പോകൂല. എന്താ വോട്ട് ചെയ്യാൻ പോകാത്തത്? ഇവിടെ ഇസ്ലാമിക ഗവൺമെന്റ് അല്ല ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം ഇവിടെ നമ്മുടെ നിസ്കാരം നോമ്പൊക്കെ ശരിയാകണമെങ്കിൽ, ഷഹാദത്ത് കലിമ പോലും സ്വീകാര്യോഗ്യമാകണമെങ്കിൽ ആദ്യം വേണ്ടത് ഇവിടെ അള്ളാന്റെ ഭരണം ഉണ്ടാകലാണ്. അള്ളാന്റെ ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡാരിറ്റിക്കാരന്റെ ഭരണം. അള്ളാന്റെ ഭരണം എന്ന് പറഞ്ഞാൽ എന്താ? വെൽഫെയർ പാർട്ടിയുടെ ഭരണം വെച്ചാൽ ഓക്കെ. ഏതെങ്കിലും ഒരു വാർഡില് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഏടാകൂടത്തിന് ഒരു മെമ്പർ ഉണ്ടായാൽ അവിടെ തൽക്കാലം അള്ളാന്റെ ഭരണം. അല്ലാതെ പിന്നെ ജമാഅത്തേക്ക് വോട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒരുപാട് കാലം വോട്ട് ചെയ്യാൻ മാറി നിന്നത് മാത്രമല്ല, ആയത്തോതിയിട്ട് പച്ചക്ക് പറയാണ് ഇസ്ലാമികമല്ലാത്ത ഭരണ വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ മടിയിൽ വെച്ചിട്ടുണ്ടോ അത് അടക്കേമെന്ന് വിട്ട് കൗങ്ങാകും. അവസാനം തിരിച്ചു ഒഴിച്ചിടാൻ കഴിയാത്ത കോലത്തിൽ അത് നിങ്ങളുടെ ആസനത്തിലെ ആൽമരമായി മാറും. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഡേഞ്ചറാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇസ്ലാം കൈകാര്യം ചെയ്യുമ്പോൾ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുക. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇസ്ലാമിക ഭരണത്തെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിക ഭരണം കാര്യം മനസ്സിലായല്ലോ? ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് പോലെ ഒരു ഇസ്ലാമിക ഭരണം ഈ സ്വതന്ത്ര ഭാരതത്തിൽ വന്നാൽ, കഴിഞ്ഞ ദിവസം ലണ്ടനിലെത്തിയ സിറിയക്കാരൻ ഒരു 14 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെയുള്ളവരുടെ സുന വെട്ടലാണ് നിയമം എന്ന്. മനസ്സിലായോ? അപ്പോ അതുപോലെ ഇസ്ലാമിക രാജ്യം
നമ്മുടെ നാട്ടില് നിലവിൽ വന്നാൽ ശിശുക്കൾക്ക് പോട്ടെ, മൃഗങ്ങൾക്ക്, വൃദ്ധർക്ക്, ശവത്തിന് ഒന്നും സമാധാനം ഉണ്ടാകത്തില്ല. ഈ നോക്ക്, സംറ റൌഫ്, പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകളല്ലേ ഇവളുമാരൊക്കെ. എന്തറിയാം ഇസ്ലാമിനെ കുറിച്ച്? മദ്രസയിൽ പോയി അലിഫ് ബ എന്ന് പഠിച്ചിട്ടുള്ളതല്ലാതെ. മക്കയിലും മദീനയിലും ഒക്കെ നീയൊക്കെ പോയി സന്ദർശിക്കൂ കൊച്ചേ. സംറ മക്കയിലും മദീനയിലും പോയിട്ട് ഞാൻ സന്ദർശിക്കണ്ട, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് മക്കയെ കുറിച്ചും മദീനയെ കുറിച്ചും പഠിക്കും. അതിന് നിനക്ക് കഴിവില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാ? കൊച്ചേ, ആദ്യം നിങ്ങൾ സോഷ്യൽ മീഡിയയില് ഷെയ്ഖ മെഹ്റ എന്നൊന്ന് അടിച്ചു നോക്കണം. ആ റഹീന നൗഷാദിനോടും മറ്റവളുണ്ടല്ലോ, ആരായിരുന്നു ആ സംറ റൌഫ്, സഫി, അവളുമാരൊക്കെ വന്നിട്ട് എന്നെ പൂര ഉപദേശവും തെറിവിളിയുമാണ് കേട്ടോ. അവരോടാ പറയുന്നത്. ആ ഷെയ്ഖ മെഹ്റ തലമറച്ചിട്ടുണ്ടോ എന്ന് നോക്കിയേ. ദുബൈ രാജകുമാരിയാ, കുഴപ്പമില്ല അല്ലെ? അവരെ അവരുടെ ഭർത്താവിനെ മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കി, കുഴപ്പമില്ലല്ലോ. ഒറ്റയ്ക്കാണ് സഞ്ചാരം, കുതിരപ്പുറത്ത്. ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപ വേണം ഒരു ദിവസം ബ്യൂട്ടീഷ്യനെ ഒക്കെ വെച്ചിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ. 10-16 കുതിരകളുണ്ട് അവർക്ക്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇൻസ്റ്റഗ്രാമിൽ നിരന്തരം നമ്മൾ പറയുന്ന ഭാഷയില് ബാക്കും ഫ്രണ്ടും ഒക്കെ കാണിച്ചിട്ട് ഒരുപാട് ഫോട്ടോസ് ഇടുന്നുണ്ട്, കാണാറില്ലല്ലോ? എന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നിസാഉൻ സ്ത്രീകളാണ്, കാസിയാത്തുൻ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ആരിയാത്തുൻ എന്നാൽ അവർ നഗ്നരാണ്, മാഇലാത്തുൻ മുമീലാത്തുൻ അവർ മറ്റുള്ളവരിലേക്ക് ചായും, മറ്റുള്ളവരെ അവരിലേക്ക് ചരിക്കും. ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവരുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ പൊങ്ങിയിരിക്കുമെന്ന്. അതുപോലെയുള്ള ചിത്രങ്ങളാണ് ഇവിടുന്ന്. കുഴപ്പമില്ലല്ലോ. സൗദി അറേബ്യയിലെ കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ മതം ഉപേക്ഷിച്ചു. കേട്ടില്ലേ? ഖുർആനിക നിയമങ്ങളോ ഹദീസിന്റെ നിയമങ്ങളോ ഒന്നും സൗദി അറേബ്യയിൽ പ്രാവർത്തികമല്ല. പെണ്ണിനൊറ്റയ്ക്ക് സഞ്ചരിക്കാൻ മതം അനുവദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പെണ്ണിന് ഡ്രൈവിംഗ് പഠിക്കാം, സിനിമാ തിയേറ്റർ തുറന്നു, ഇനിയിപ്പതാ വലിയ രൂപത്തിൽ ഒരു സ്റ്റുഡിയോ തുറക്കാൻ പോകുന്നു. സംറായെ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ, ഞാൻ അടിച്ച് തെളിച്ച് നിന്നെ വിളിച്ചോണ്ട് വന്നോ? നിങ്ങൾ സംസാരം കേൾക്കാൻ താല്പര്യമില്ല. എന്തായാലും മണ്ണിനടിയിലാണോ കിടക്കേണ്ടത്, മണ്ണിന് മുകളിലാണോ കിടക്കേണ്ടത്, അതിനെന്തെങ്കിലും പറയാനുണ്ടോ? അവിടെ നിൽക്ക്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മണ്ണിനടിയിൽ കിടക്കണോ മുകളിലാണോ കിടക്കേണ്ടത്? അതൊരു ചോദ്യമാണ്. ഞാൻ ആ ചോദ്യത്തിനകത്ത് വീണുപോയി. ഉത്തരം മുട്ടിയ ഒരു ചോദ്യം. ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കല്ലേ. എപ്പോഴും അവിടെ കിടക്കണം. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ, പുരുഷന്മാരുടെ മുകളിൽ. കേട്ടല്ലോ? മനസ്സിലായില്ലേ? ലവൾക്ക് നിറഞ്ഞു എന്നറിയില്ലല്ലോ മോളെ. കിട്ടിയോ? സംറ എവിടെയാണ് കിടക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇപ്പോ സംറയ്ക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അവിടെ നിൽക്കേ. എവിടെയാണ് കിടക്കേണ്ടതെന്നല്ലേ ചോദ്യം? എപ്പോഴും അവിടെ കിടക്കണം. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ, പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല. അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും. സംറയ്ക്ക് മനസ്സിലായല്ലോ? സംറ മുഹമ്മദ് നബി ഇന്ത്യയിൽ വന്ന് പ്രബോധനം ചെയ്യാത്തത് എന്താ എന്നെന്താ നിങ്ങൾ ചോദിക്കാത്തത്? മുഹമ്മദ് നബി സൗദി അറേബ്യയിലല്ലേ, മക്കയിലും മദീനയിലും അല്ലേ പ്രബോധനം ചെയ്തത്? കാരണം എന്താ? അദ്ദേഹത്തിന്റെ നാട് അതായിരുന്നു. എന്റെ നാട് ഇതല്ലേ കൊച്ചേ? ഞാൻ മലയാളിയാണ് കൊച്ചേ. അപ്പൊ എന്നോട് സൗദി അറേബ്യയിൽ പോയി ഈ വിഷയം സംസാരിക്കണം എന്ന് പറയുന്ന നീ മദ്രസയിൽ നിന്നും ഇപ്പോഴും മോചനം നേടിയിട്ടില്ല. അതുകൊണ്ടാ.
എന്റെ ധൈര്യമൊക്കെ വെല്ലുവിളിക്കാൻ താരിക്കൊന്നും വളർന്നിട്ടില്ല. ഞാൻ ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കും. എന്റെ ധൈര്യം ഇളക്കാൻ നീ ആരാടാ? നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നബിയുടെ വാപ്പ ആരാണെന്ന് പറയടാ. എത്ര ദിവസമായി ചോദിക്കുന്നു? ഒരുത്തി വന്ന് ചോദിക്കുന്നു എവിടാ കിടക്കേണ്ടതെന്ന്. വേറൊരുത്തൻ വന്ന് ചോദിക്കുന്നു നിനക്ക് ധൈര്യമുണ്ടോ അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ, ഹിന്ദുക്കളെ കുറിച്ച് പറയാൻ? എന്തടാ, ഞാൻ എന്ത് പറയണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ഉസൈൻ ബോൾട്ടിനോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ചെസ് കളിക്കാത്തത് എന്ന് ചോദിച്ചാൽ എവിടാന്ന് ഇവരത്തുള്ളൂ ഉസൈൻ ബോൾട്ട് അല്ലേ. PT ഉഷയോട് ചോദിക്കുവാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഓട്ട മത്സരത്തിന് മാത്രം പങ്കെടുക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ക്യാരംസ് കളിക്കാത്തത് എന്ന് ചോദിച്ചാലോ വിശ്വനാഥ് ആനന്ദിനോട് ചോദിക്കുവാണ് നിങ്ങൾ എന്തുകൊണ്ട് ഓട്ട മത്സരത്തിന് പങ്കെടുക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഓടുന്നില്ല. മണ്ടങ്കണാപ്പന്മാര് വന്നിട്ട് ഓരോരോ ചോദ്യവും ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. ഇവർക്കൊക്കെയുള്ള മറുപടി കൊടുക്കാൻ വളരെ ഏബിൾ ആയിട്ടുള്ളത് ആരാണെന്ന് അറിയാൻ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് സ്ത്രീകൾക്ക് എന്ത് സംഭവിക്കും കേട്ടോ? അത് പരിശുദ്ധ ഖുർആൻ പ്രവാചക ചര്യ ഇത് എല്ലാം തന്നെ സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനമാണ്. സ്ത്രീകൾക്ക് നൽകുന്ന അർഹമായ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. വളരെ കൃത്യമായ കാര്യമാണ് പറഞ്ഞത്. ഈ പറയുന്ന ഖുറാനും മുഹമ്മദും സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള സ്ഥാനം നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ തഖ്ലിയ താത്തയും എന്താണൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞു നമുക്ക് കേട്ടോ. ഈ ലോകത്ത് ആദ്യമായി ഒരു സ്ത്രീയുടെ അവകാശത്തെ കുറിച്ച് സംസാരിച്ച ഗ്രന്ഥത്തിന്റെ പേര് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. എന്താണ് അവകാശം? എന്താണ് അവകാശം? അവകാശം കാണിച്ചു കൊടുത്തത് ഞാനത് ചോദിക്കാനാ പോയത്. അല്ല, സ്ത്രീകളുടെ അവകാശത്തെ കുറിച്ച് കാണിച്ചു കൊടുത്തു. എന്ത് അവകാശം? 6 വയസ്സുകാരിയെ പിടിച്ച് കിടത്തിയതോ? ആണോ? വസ്ത്രത്തിൽ നിന്ന് ശുക്ലക്കറ ചുരണ്ടിക്കളയാൻ വേണ്ടിയിട്ട് 6 വയസ്സുള്ള കുഞ്ഞിനോട് തുണി ഊരി കൊടുത്തിട്ട് വെള്ളക്കറ അടിച്ചു കൊടുത്തതോ? ഖദീജയുടെ വാപ്പ ഉണ്ടാക്കിയതെല്ലാം പിടിച്ചെടുത്തിട്ട് ഖദീജയെ പിടിച്ചിട്ട് പേറിയന്ത്രമാക്കി അടുക്കളക്കകത്തിരുത്തിയതോ? വളർത്തുമോന്റെ ഭാര്യയായിട്ടുള്ള സൈനബിനെ പിടിച്ചെടുത്തിട്ട് അവരുമായിട്ട് ആദ്യ രാത്രി കൂടി അവരുടെ ഭർത്താവിനെയും വാപ്പയെയും അമ്മയെയും എല്ലാവരെയും കൊന്നിട്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം. ഖൈബർ എന്ന് പറയുന്ന നാട്ടിൽ പോയി കയറിയിട്ട് അവിടെയുള്ള മനുഷ്യന്മാരെയൊക്കെ കൊന്നിട്ട് ആ പെണ്ണിനെയും പിടിച്ചെടുത്തു. ഇതൊക്കെയാണ് സ്വാതന്ത്ര്യം. എന്ത് സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ് ഇവർ ഈ പറയുന്നത്? ശരി, ഒരു മീറ്റിംഗും കൂടെ മുസ്ലിം ലീഗിന്റെ അബ്ദുള്ള മുസ്ലിയാർ പറയണം. കണ്ടോ, ഇതായിരിക്കും സ്ത്രീകൾക്ക് ഇനി കിട്ടാൻ പോകുന്ന സ്വാതന്ത്ര്യം. വരൂ മാഷിദ PV സ്റ്റേജിലേക്ക് വിളിക്കുക. PV വരികയാണ്. മേല വിളിച്ചു കൊല്ലുന്നു. അതിന്റെ പെൺകുട്ടികളെ നിങ്ങൾക്ക് വിളിക്കണ്ട. മൊത്തന്റെ ഇത് നിങ്ങൾക്ക് അറിയില്ലേ? മൊത്തന്റെ തീരുമാനം രക്ഷിതാവിനോട് വരാൻ പറയും. ഞാൻ വിളിച്ചത് അല്ലല്ല, ഞാൻ എന്റെ കുട്ടീനെ വരണ്ടെന്ന് അടുത്ത് നിൽക്കുന്നവൻ പറയാണ് അതുകൊണ്ടാണ് ഞാൻ എന്റെ കുട്ടിയോട് വരണ്ടെന്ന് പറഞ്ഞത്. എന്റെ കുട്ടി പഠിച്ചു, നല്ല വിജയം വാങ്ങി, സമ്മാനം ഞാൻ വാങ്ങിക്കും. ആഹാ, സൂപ്പർ. ത്രോഫി കാണിച്ച പോലെ 10ാം ക്ലാസ്സിൽ പഠിച്ച് പാസ്സായ ഒരു പെൺകുട്ടിയെ അനുമോദിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് വിളിച്ചതിനാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാതെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി കാവലനായിട്ട് വിളിച്ചതിനല്ലേ പറഞ്ഞത്. അതാണ് ഇവന്മാരുടെ മതരാഷ്ട്രം എന്ന് പറയുന്നത്. സംസ്ഥാന തീരുമാനം അതാ, ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനം അതാ, മുസ്ലിം ലീഗിന്റെ തീരുമാനം അതാ. ഇതാണ് ഇവരുടെ മതരാഷ്ട്രം. ഇതാണ് സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം. ഒരു പെൺകുട്ടി സമർത്ഥമായി പഠിച്ച് ആ പെൺകുട്ടിക്ക് ഒരു സമ്മാനം നൽകാൻ വേണ്ടി വേദിയിലേക്ക് വിളിച്ചപ്പോൾ അബ്ദുള്ള മുസ്ലിയാര് കൊമ്പ് കോർക്കുന്നു, അരക്കച്ച മുറുക്കി കെട്ടുന്നു. ആ പെൺകുട്ടി അനുഭവിച്ച ട്രോമയുണ്ടല്ലോ, അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. എന്നിട്ട് ഇവര് വലിയ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുക. ഒന്ന് പോടാ ഊളകളെ, നീയൊക്കെ ആദ്യം ഇസ്ലാം എന്താണെന്നൊന്ന് പണിക്ക്.
എന്നിട്ട് വായോ, നമുക്ക് നോക്കാം. കുറെ അന്തപ്പൊട്ടത്തിമാര്, കുറച്ച് മദ്രസ പൊട്ടത്തിമാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇസ്ലാം എന്തോ വലിയ കാര്യമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇസ്ലാം സ്ത്രീകൾക്ക് എന്തോ സ്വാതന്ത്ര്യം നൽകണമെന്ന്. കൊച്ചെ, എവിടെ കിടക്കണമെന്നാ ഇസ്ലാം പറഞ്ഞത്? എവിടെ കിടക്കാനാണോ ഇസ്ലാം പറഞ്ഞത് അവിടെ പോയി മിണ്ടാതെ കിടന്നു കൊടുക്കുക, അത്ര തന്നെ. കലപ്പയും കുറിപ്പിച്ചിൽ അവൻ വരും, അവൻ കൃഷി ചെയ്യും, അവൻ അങ്ങോട്ട് പൊയ്ക്കോളും. ഇങ്ങനെ നൂറുകണക്കിന് തീവ്രവാദ സംഘടനകൾ വളർന്ന് ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽക്കീഴിലാക്കുക എന്ന ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അവരെ ഒതുക്കാൻ ഒരു നെതന്യാഹു വേണ്ടേ, ഒരു ട്രംപ് വേണ്ടേ, ഒരു മോദി വേണ്ടേ? അതൊക്കെയാണ് ഇവിടുന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കൾ ഇസ്ലാമിനെ റെസ്പെക്ട് ചെയ്യും, സംശയമൊന്നുമില്ല. പക്ഷേ മുസ്ലിങ്ങളിൽ നിന്നും ഇസ്ലാമിന് അങ്ങനെ ഒരു റെസ്പെക്ട് ഒന്നുമില്ല. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും റെസ്പെക്ട് ചെയ്യണമെന്ന് നിങ്ങൾ പറയരുത്. അതൊന്നും നടപ്പുള്ള സംഗതി അല്ല. മനസ്സിലായല്ലോ? ഇത്ര ഉള്ളു കാര്യം. കഴുത്ത് പോകുമ്പോഴും അത് തന്നെ പറയണം. കേട്ടല്ലോ? ഇവിടെ ഇവരാദ്യം കുറച്ച് മയപ്പെടുത്തി വരും, പിന്നീടാണ് വെടക്കാക്കി തനിക്കാക്കുക. പിന്നെ വരുമ്പോഴേക്ക് ഇവര് മാത്രം മതി എന്ന രൂപത്തിലേക്കായി. നിങ്ങൾ കണ്ടിരുന്നോ USAID എന്ന സംഘടനയെ ട്രംപ് പിരിച്ചുവിട്ടത്? എന്തിനാ? ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ആയപ്പോൾ ആദ്യം ചെയ്തത് USAID എന്ന സംഘടനയെ തന്നെ പിരിച്ചുവിട്ടു. എന്തിനാണെന്നറിയാമോ? ജിഹാദികൾക്ക് ഫണ്ട് ചെയ്യുന്ന രീതി ഇനിയും അമേരിക്കയ്ക്ക് ഇല്ല എന്ന് പറയാൻ. അമേരിക്ക ഇനിയും ജിഹാദികളെ വളരാൻ, ഇസ്ലാമിക രാഷ്ട്രത്തെ വളർത്താൻ അമേരിക്ക ഉണ്ടാവില്ല എന്ന് പറയാൻ. കാരണം അവരുടെ പൈസ വാങ്ങി വളർന്ന് പലസ്തീനും ഗാസയും ഒക്കെ വളർന്നു വലുതായി, ഐസിസ് വളർന്നു വലുതായി, അൽ ഖ്വയ്ദ, ലഷ്കർ ഇ ത്വയ്ബ എണ്ണിയാൽ ഒടുങ്ങാത്ത സംഘടനകൾക്ക് ഒരൊറ്റ തന്ത. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 100 കോടി. അങ്ങനെ ആയിരക്കണക്കിന് ബില്യൺ അമേരിക്കൻ ഡോളർ ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് മുടക്കിക്കൊണ്ടിരുന്നു. അതാണ് സ്വിച്ച് ഇട്ടതുപോലെ ട്രംപ് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത് വലിച്ചു കീറി. ഇനിയും അങ്ങനെ അമേരിക്കയുടെ പണത്തില് ഇസ്ലാമിക തീവ്രവാദം തഴച്ചു വളരണ്ട. ഈ അമേരിക്കൻ ഡോളർ കൊണ്ട് ആരാ വളരുന്നത്? ആയിരക്കണക്കിന് തീവ്രവാദി സംഘടനകൾ, ലക്ഷക്കണക്കിന് തീവ്രവാദ ബിസിനസ് സ്ഥാപനങ്ങൾ, ഇതൊക്കെ തഴച്ചു വളർന്നു. അതൊക്കെ ബൈഡൻ കണ്ണടച്ചവരെ പ്രോത്സാഹിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് എന്ന് ട്രംപ് മനസ്സിലാക്കി. ഭാരതം ഉൾപ്പെടെ പല രാജ്യങ്ങളിലും പെയ്ഡ് ഏജന്റുകളെയും ഏജൻസികളെയും ഈ അഭ്യാസത്തിൽ റിക്രൂട്ട് ചെയ്തു. അതിൽ മനുഷ്യാവകാശ സംഘടനകൾ മുതൽ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങി രാഷ്ട്രീയക്കാര് മുതൽ വക്കീലന്മാര് വരെ, പച്ചവെളിച്ചത്തിന്റെ പോലീസുകാർ വരെ, ന്യായാധിപന്മാര് വരെ, ചരിത്രാധ്യാപകർ മുതൽ സാധാ രാജ്യദ്രോഹികൾ വരെ, ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കോടാനുകോടി ആളുകൾ ഈ പണം വാങ്ങി നക്കി മതേതരത്വത്തെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നവരാണ്. എല്ലാ കോടതികളിലും ഇവരുടെ ഒരു കോക്കസ് ഉണ്ടാകും, ഒരു വിങ്, ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ നോക്കുവാണെങ്കിൽ ചീഫ് ജസ്റ്റിസ് കോടതിയുടെ മുമ്പിലുള്ള ഓപ്പൺ ടെറസ് ആണ് ഇവരുടെ സ്ഥിരം മീറ്റിംഗ് പ്ലേസ് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഇതില് കപിൽ സിബല്, ഇന്ദിര ജയ്സിംഗ്, പ്രശാന്ത് ഭൂഷൺ, ദുഷ്യന്ത് ദവേ തുടങ്ങിയ ഒരു പറ്റം സീനിയർ അഭിഭാഷകരുമുണ്ട് എന്ന് പുറത്തു വന്നിരുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മോദി സർക്കാരിനെതിരെ കേസുകൾ മുഴുവനും കൊടുക്കുന്നത് ഈ കൂട്ടത്തിലുള്ളവരാണത്രേ. ഇവരുടെ ഓപ്പറേഷൻ രീതി വളരെ രസകരമാണ് എന്നാണ് അറിയുന്നത്. ആർട്ടിക്കിൾ 370 കാശ്മീരിൽ റദ്ദു ചെയ്തു. അതിനെതിരെയുള്ള നിയമ പോരാട്ടം തുടങ്ങിയത് കണ്ടിരുന്നോ? 4 വശത്ത് നിന്നും ഒരു 8-10 കേസുകൾ അങ്ങ് ഫയൽ ചെയ്യും.
നേരത്തെ പറഞ്ഞ അർബൻ നക്സൽ രാജ്യവിരുദ്ധ കോക്കസ് വക്കീലന്മാർ അതോടുകൂടി കോടതിയിലേക്ക് ഇരച്ചു കയറി ജഡ്ജിമാർക്ക് ഒരുപാട് പ്രഷർ കൊടുക്കുന്ന രൂപത്തിലേക്ക് സത്യത്തിൽ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കും. രാജ്യം നിന്ന് കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞു വയ്ക്കും. ഇതിങ്ങനെ പോയാൽ വലിയ പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്നു. അങ്ങനെ മാധ്യമ ഏജന്റുമാര് കോടതിയെ കുഴപ്പിക്കുന്ന രൂപത്തില്, കോടതി നിഷ്പക്ഷമല്ല എന്നൊക്കെയുള്ള രൂപത്തില് റിപ്പോർട്ടുകൾ നടത്തും. പിന്നീട് മാധ്യമങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത്. അതുകൊണ്ടൊരു കൂട്ടായ പ്രവർത്തനത്തിന് എല്ലാവർക്കും അതിന്റെ പങ്ക് പറ്റുന്നുള്ളത് കൊണ്ട് അവരെല്ലാവരും അതിനോട് കൂറ് കാണിക്കും. ഇങ്ങനെ ഡീപ് സ്റ്റേറ്റ് ഏജന്റുമാര് എല്ലാ രാജ്യങ്ങളുമുണ്ട്. അതിലൊരാളാണ് ഇൽഹാൻ ഒമർ എന്ന സൊമാലിയൻ വംശജനായിട്ടുള്ള മുസ്ലിം സ്ത്രീ. ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസില് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയുടെ അംഗമാണ് ഇവര്. പാകിസ്ഥാന് വേണ്ടി ജിഹാദി സ്നേഹം കാരണം ഉറച്ചു നിന്ന് ഭാരതത്തിനെതിരെ കാശ്മീർ വിഷയത്തിൽ എപ്പോഴും കുരയ്ക്കുന്ന ഒരു ജിഹാദി ചാവാലിയാണ് ഇവര്. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോ കാനഡയിൽ പോയിരുന്നിട്ട് ഇന്ത്യക്കെതിരെ കുരയ്ക്കുന്ന ആളുകളില്ലേ? ഇങ്ങനെ എവിടെയെല്ലാം, ഇന്തോനേഷ്യയില്, സൗദി അറേബ്യയില്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പോയിരുന്ന് ഈ രാജ്യത്തിനെതിരെ കൃത്യമായ രൂപത്തിൽ അജണ്ടകളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരുപാട് രാജ്യവിരുദ്ധരായിട്ടുള്ള തീവ്രവാദികളെ നമുക്കറിയാം. ഇപ്പോ നമ്മുടെ രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശനത്തില് ഇന്ത്യ വിരുദ്ധ ജിഹാദിയുമായിട്ട് നടത്തിയ രഹസ്യ മീറ്റിംഗ് ഒരുപാട് വിവാദങ്ങളായില്ലേ? ഇപ്പോ ട്രംപിന്റെ കോടാലിയും ഇവളുടെ കഴുത്തിൽ വീഴും എന്ന ലക്ഷണമാണ് ഇപ്പൊ കാണുന്നത്. ഇവളെ അമേരിക്കയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ ട്രംപിന്റെ തീരുമാനം വന്നു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി കൊഴുക്കുമെന്നാണ് കേൾക്കുന്നത്. പ്രതിപക്ഷവും രാജ്യവിരുദ്ധ ഏജന്റുമാരും കോഴ വാങ്ങി ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എതിർഭാഗത്തു നിന്നും ഉണ്ടാകണം, അല്ലെ? അതാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇന്നു മനസ്സിലാക്കിയത് വർഷങ്ങൾക്കു മുമ്പ് നരേന്ദ്രമോദി മനസ്സിലാക്കി. അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള രാജ്യവിരുദ്ധ സംഘടനകളെ ബാൻ ചെയ്യാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചത്. ആ സുലൈഖ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചെറിഞ്ഞി. കൊച്ചെ, മലയാളമെങ്കിലും ഒന്ന് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിച്ചിട്ടു വാ. മലയാള ഭാഷയെ ഇങ്ങനെ വ്യഭിചരിക്കരുത് പ്ലീസ്. നിന്റെയൊക്കെ വിവരവും വിദ്യാഭ്യാസവും അക്കാഡമിക് ക്വാളിഫിക്കേഷനും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ ബുദ്ധി, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഭാഷയും എഴുതാൻ അറിയില്ല. സ്കൂളിന്റെ മുറ്റം പോലും നീ ഒന്നും കണ്ടിട്ടുമില്ല. അങ്ങനത്തെ നിന്നോടൊക്കെ ഇത്രയും വലിയ കാര്യങ്ങൾ ജനാധിപത്യപരമായിട്ട് സംസാരിക്കുമ്പോ എന്തെല്ലാം രൂപത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് ആണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് അറിയാമോ? ഒരു മലയാളത്തിൽ ആകാശമെന്നും ഭൂമിയെന്നും എഴുതാൻ അറിയാത്ത സുലേഖ വന്ന് പറഞ്ഞു നോക്കിട്ടെ, കണ്ടോക്ക്. എന്തൊരു ദുർഗതിയാണ് ഇവർക്ക്. പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ തടയിടേണ്ടത് അനിവാര്യമാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നരേന്ദ്രമോദി മനസ്സിലാക്കുകയും അതിനുവേണ്ടി ശക്തമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനും SDPI പോലെയുള്ള ജനാധിപത്യ വിരുദ്ധരുടെ പിന്നാലെ കൂടിയിട്ട് അവരെ മനസ്സിലാക്കിക്കാനും അവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ വിദേശ ഫണ്ടിങ് നിർത്തലാക്കാൻ, അവരെ നിരന്തരം വീക്ഷിക്കാനും കഴിഞ്ഞത് അതുകൊണ്ടാണ് നരേന്ദ്രമോദിയോട് ഇവർക്ക് തീർത്താൽ തീരാത്ത വെറുപ്പ്. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇനിയിപ്പോ വെറുത്തു എന്ന് വിചാരിച്ചോ, നരേന്ദ്രമോദി ഇനിയിപ്പോ അധികാര കസേരയിൽ നിന്നും ഇറങ്ങി ഓടാനൊന്നും പോകുന്നില്ല. നിങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുന്നതെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരെ അനുധാവനം ചെയ്യുന്ന, പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്, നമുക്കറിയാം.
അവരെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ രാജ്യവിരുദ്ധരെന്നും ജനാധിപത്യ വിരുദ്ധരെന്നുമേ പറയൂ. നമുക്കവരെ വാനോളം പൊക്കിക്കൊണ്ട് നടക്കാനും അവരെ പരിപോഷിപ്പിക്കാനും ഒന്നും നമ്മളെ കൊണ്ട് എന്തായിരുന്നാലും സാധ്യമല്ല. 52 അറബ് രാഷ്ട്രങ്ങൾ വിചാരിച്ചിട്ട് കേരളത്തിന്റെ 2 ജില്ലയുടെ വലിപ്പമുള്ള ജൂതനെ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ജൂതന്റെ ദൈവത്തിന്റെ ഒരു പവർ പറയാനുണ്ടോ? ജൂതൻ ഉണ്ടാക്കിയ ടെക്നോളജിയെ ബ്രേക്ക് ചെയ്യാൻ അള്ളാഹുവിനും പറ്റുന്നില്ല, ഇബ്ലീസിനും പറ്റുന്നില്ല. താങ്ക് യു. ഈ ചർച്ചയുമായി ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ, അതെ, വെച്ച കാലം മുന്നോട്ട് തന്നെ. നമ്മൾ പറയണത് തെറ്റാണെങ്കിൽ ഇവര് തെളിയിക്കട്ടെ, നമ്മൾ തയ്യാറല്ലേ? ധൈര്യമായിട്ട് നിങ്ങൾ തെളിയിച്ചോ, നമ്മൾ റെഡിയാ. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം. നമ്മൾ പറയണത് തെറ്റാണെങ്കിൽ നിങ്ങൾക്കത് തെളിയിക്കാം. നമ്മളാരും ഒന്നും പറയുന്നില്ല. വെക്കോ NIA അന്വേഷണം. നമസ്കാരം. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഏറെക്കുറെ മറന്നു തുടങ്ങിയ ഒരു കേസാണ് സ്വർണ്ണക്കടത്ത് കേസ്. അതായത് ഈ സ്വർണ്ണക്കടത്ത് ദുബായ് കോൺസുലേറ്റ് വഴി കേരളത്തിലേക്ക് കടത്തി, ഗ്രീൻ ചാനൽ വഴി കേരളത്തിലേക്ക് കടത്തി എന്നതാണ് കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട് പല പ്രതികളുമുണ്ട്. ആ കേസ് ഇങ്ങ് ഭരണത്തിന്റെ ഉന്നത തലങ്ങൾ വരെ എത്താറായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെയാണ് ഈ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്നത്. അയാൾക്ക് മുകളിൽ ആരുണ്ട് എന്ന അന്വേഷണവുമായി കേന്ദ്ര ഏജൻസികൾ, പ്രത്യേകിച്ചും ED കേരളത്തിൽ കുറെ നാൾ ഈ കേസ് അന്വേഷിച്ചതാണ്. ഇപ്പോഴും ആ കേസ് പെൻഡിങ്ങിലാണ്, അന്വേഷണത്തിലാണ്. ഈ കേസ് പെൻഡിങ്ങിലാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ED ഒരു ഘട്ടത്തിൽ ഈ അന്വേഷണം നിർത്തുകയും സുപ്രീം കോടതിയിൽ ഒരു കേസുമായി ഒരു ഹർജിയുമായി പോവുകയാണ് ചെയ്തത്. അതായത് ഈ കേസിൽ ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ളവർ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളവർ കേരളത്തിലെ ഉന്നതരായ ആളുകളാണ്, കേരളത്തിൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള ആളുകളാണ്. കാരണം ഈ കേസ് അട്ടിമറിക്കാൻ പോലും അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണം അടിയന്തരമായി കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ED കേസിന് പോയത്. പരസ്യമാണ്, അതങ്ങ് മാറ്റും. കണ്ടോ, ഇവിടെ ഇത്രയും അന്വേഷണ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനെ ബ്രേക്ക് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതാണ് അത്ഭുതം. പോപ്പുലർ ഫ്രണ്ടും SDPIയും സിമിയും ഒക്കെ നമ്മുടെ നാട്ടിൽ തഴച്ചു വളരാൻ കാരണം ഏതു ഭരണത്തിലാണെന്നും ഏത് രാഷ്ട്രീയക്കാരാണ് ഇവരെ അനുഗമിക്കുന്നതെന്നും ഒന്ന് ചിന്തിച്ചു നോക്കുക, മനസ്സിലാകും. സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന, മാതൃരാജ്യത്തോട് സ്നേഹവും പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു വിഭാഗം ഇവരല്ലാതെയല്ല. പോപ്പുലർ ഫ്രണ്ട് എന്താ മുദ്രാവാക്യം വിളിച്ചത്? അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തുവെച്ചോ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തുവെച്ചോ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ. അത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂട്ടത്തോടു കൂടി ഇല്ലാതാക്കുമെന്നുള്ള ഒരു കൊലവിളിയാണ് എന്ന് മനസ്സിലാക്കാൻ ഇനിയും കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല. അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും. അടിയന്തരമായി കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ED കേസിന് പോയത്. ആ ഹർജി ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെ ആ കേസ് അന്വേഷണം താൽക്കാലികമായി നിലച്ചിരിക്കുകയാണ്. പക്ഷെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങളും ചില വിവരശേഖരണവും ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ NIA ഒരു ഭീകരവിരുദ്ധ ഏജൻസിയാണ്. രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും വിശാലമായ പല അധികാരങ്ങളുമുള്ള ഒരു ഏജൻസിയാണ്. ആ ഏജൻസി വളരെ വിചിത്രമായ ഒരു അപേക്ഷയുമായി കേരളത്തിലെ ഒരു NIA കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആ അപേക്ഷ മറ്റൊന്നുമല്ല, പാലക്കാട് RSS പ്രവർത്തകനായിരുന്ന ശ്രീനിവാസൻ വധക്കേസിൽ, ശ്രീനിവാസനെ വധിച്ചത് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളാണ്. പോപ്പുലർ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണം NIA ഏറ്റെടുത്തിരുന്നു. NIA കഴിഞ്ഞ കുറെ നാളുകളായി ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസ് അന്വേഷണത്തിൽ നിർണായകമായ ചില തെളിവുകൾ സംസ്ഥാന പോലീസിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ പെൻഡിംഗ് ആണ്. അതായത് ചില തെളിവുകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അവർ ഈ റിപ്പോർട്ട് അകാരണമായി വൈകിക്കുകയാണ് എന്നാണ് NIA കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ പറയുന്നത്. ഈ പരാതി സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കേസിലെ ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ NIA കോടതി ഈ പറയുന്ന സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് ഉത്തരവിട്ടിരിക്കുകയാണ്. അതായത് എല്ലാ മേഖലകളിലും പച്ചവെളിച്ചത്തിന്റെ പോലീസും ജിഹാദികളുടെ പണം പറ്റുന്ന ആളുകളും ഒറ്റയായും സംഘടിതമായും പ്രവർത്തിക്കുന്നു. കസ്റ്റംസിൽ മാത്രമല്ല, ഇന്ത്യൻ ആർമിയിൽ, EDയിൽ, NIAയിൽ കയറിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. എവിടെയൊക്കെ നുഴഞ്ഞു കയറാമോ അവിടെയൊക്കെ ഇവരുടെ ആളുകളുണ്ട്. ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ ചില വസ്തുക്കൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത ചില വസ്തുക്കൾ നൽകിയിട്ടുണ്ട്. അതായത് ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട പ്രതി നൽകിയ വിവരങ്ങൾ അനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേസിൽ തെളിവാകേണ്ട
ഒരു ബ്രൗൺ കളർ ഫുൾ സ്ലീവ് ഷർട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഷർട്ടും അതോടൊപ്പം തന്നെ മേലാമുറിയിലെ കടയിൽ നിന്ന് പിടിച്ചെടുത്ത CCTV ഫൂട്ടേജും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനായി ഈ പറയുന്ന ഏജൻസിയെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സംസ്ഥാന പോലീസിന്റെ കീഴിലുള്ള ഈ ഏജൻസിക്ക് നൽകിയിരുന്നു. 2022 ഈ കൊലപാതകം നടക്കുന്നത് എന്നോർക്കണം. കേരള പോലീസ് അന്വേഷിച്ച് ഈ കേസ് അട്ടിമറിച്ച് ഈ കേസിനെ വല്ലാതെ ഇഴച്ച് നീക്കുന്ന സമയത്താണ് കേന്ദ്ര ഏജൻസിയായ NIA കേസ് ഏറ്റെടുക്കുന്നത്. NIA കേസ് ഏറ്റെടുത്തതിന് ശേഷമാണ് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, ഇതൊരു കേവലം സാധാരണ കൊലപാതകവുമല്ല, മറിച്ച് ഇതൊരു ഭീകര പ്രവർത്തനമാണ് എന്ന് തെളിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികൾ, യഥാർത്ഥ പ്രതികൾ അറസ്റ്റിലാകുന്നത് NIA ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷമാണ്. അതിനുശേഷം 2023 നവംബറിൽ നൽകിയ തെളിവുകളുടെ പരിശോധനയാണ് ഇപ്പോൾ 2025 ജൂലൈ ആയിട്ടും ഇതുവരെ ഈ ഏജൻസി വെച്ച് താമസിപ്പിക്കുന്നതും റിപ്പോർട്ട് സമർപ്പിക്കാതിരിക്കുന്നതും. ഈ സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്ന് പറഞ്ഞാൽ പോലീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള പോലീസിന്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ്, ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. കേരളത്തിലെ തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഈ ഫോറൻസിക് സയൻസ് ലാബിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഹെഡ്ക്വാർട്ടേഴ്സും ലാബും ഉണ്ട്. മാത്രമല്ല ഈ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ലാബിൽ തന്നെ ഏതാണ്ട് 11ഓളം ഡിവിഷനുകളുണ്ട്. അത്രമാത്രം വിപുലമായ സംവിധാനമാണ് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ളത്, പോലീസ് ആസ്ഥാനത്തുള്ളത്. മാത്രമല്ല ഈ സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് 2 ജില്ലകളിൽ, അതായത് തൃശ്ശൂരിലും കണ്ണൂരിലുമായി 2 റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികളുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ 19 പോലീസ് ജില്ലകളുണ്ട്. ഈ 19 പോലീസ് ജില്ലകളിലും ഡിസ്ട്രിക്ട് ഫോറൻസിക് സയൻസ് ലബോറട്ടറീസ് ഉണ്ട്. അതോടൊപ്പം മറ്റു പല സംവിധാനങ്ങളും ഉണ്ട്. ഈ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് മറ്റു പല സംവിധാനങ്ങളും കേരളത്തിലുണ്ട്. കൊച്ചി ആസ്ഥാനമാക്കി പുതിയ സംവിധാനങ്ങൾ വരാനിരിക്കുന്നുമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്ന, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഈ ഫോറൻസിക് വിദഗ്ധർ ശേഖരിക്കുന്ന വസ്തുക്കൾ, തെളിവുകളായി മാറേണ്ട വസ്തുക്കൾ പരിശോധിച്ച് കോടതിക്ക് റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ഈ സ്ഥാപനമാണ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ പ്രതികളായിട്ടുള്ള RSSന്റെ പ്രവർത്തകനായിരുന്ന ശ്രീനിവാസന്റെ കൊലപാതക കേസിൽ ഇങ്ങനെ വലിയ അനീതി കാട്ടുന്നത്, NIA അന്വേഷണത്തെ പോലും അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമായി. ഇവർക്ക് എല്ലായിടത്തും വേരുകൾ ഉള്ളതുകൊണ്ടും കോടികൾ ഇറക്കി ആരെയും കയ്യിലെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ധാർഷ്ട്യം ഉള്ളതുകൊണ്ടും ഇവർക്ക് ഇതിനൊക്കെ സാധിക്കുന്നു. ഇവര് ഈ നാട്ടിൽ കാണിച്ചു കൂട്ടിയത് ചെറുതൊന്നുമല്ല. എത്രയെത്ര തലകളാണ് ഇവര് കൊയ്തത്. എന്ത് പത്രം, ഏത് പത്രം എടുത്ത് നോക്കിയാലും കൊലപാതകങ്ങളാണ്. അത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അതിൽ ഒരു അറുതിയില്ല. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ കൊലപാതക വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും നമ്മൾ അമ്പലത പോലും എണ്ണം പറഞ്ഞിട്ടാണ് കോളം തയ്ക്കാൻ പറയും. അതെ, കോളം തയ്ക്കാൻ പറയും. ഇത്തരം കോളം തയ്ക്കല് നമ്മുടെ വീട്ടുകാർ അനുഭവിക്കുന്നത്. ചില കുട്ടികൾ ചില വീട്ടുകാരുടെ മുന്നിലിട്ടാണ് കൊലപ്പെടുത്തുന്നത്. ഇതെങ്ങനെ തോന്നുന്നത്? ശിവപ്രസാദ് ചെറിയ പയ്യൻ, ചെറിയ കുട്ടിയാണ്. അങ്ങനെ 2018 ജനുവരി മാസത്തിലാണ്. ഡേറ്റ് ഞാൻ മറന്നുപോയി. 19 ആണെന്ന് എന്റെ ഓർമ്മ. ഒരു വീട്ടിന്റെ വരാന്തയിട്ട് വെട്ടിക്കൊണ്ടമാരെ SDPക്കാരൻ തിരിച്ചു കൊടുത്തവരെ തിരിച്ചു കൊടുത്തു. സൈഡ് സലാവുദ്ദീൻ അവനെ അതേ രീതിയിൽ തന്നെ മരിച്ചത്. കിട്ടിയതവര് എന്താ, ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. നമ്മുടെ നാട്ടിൽ നിരന്തരം അറിയുകയും കേൾക്കുകയും നമ്മൾ പഠിക്കുകയും ചെയ്യുന്നു. SDPIക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും ഈ രാജ്യത്ത് മത നിയമമുണ്ടാക്കാനും മതരാഷ്ട്രമുണ്ടാക്കാനും കച്ചകെട്ടി പുറപ്പെട്ടവരാണ്. അങ്ങനെ വന്നാൽ നമ്മുടെ നാട്ടിൽ നാളെ എന്ത് സംഭവിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇസ്ലാം ലോകവ്യാപകമായി എതിർക്കപ്പെടുന്നത്, വിമർശിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകും. വെറുതെ ഒരു മതത്തെ നമുക്ക് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇത് തീവ്രവാദമായതുകൊണ്ടും അട്ടിമുട്ടി ക്യാൻസർ ആയതുകൊണ്ടും ഒരു മനുഷ്യനെയും സമാധാനത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കാതെ ചേക്കേറിയ ഇടങ്ങളിലെല്ലാം വാരി വിതറുന്ന തീവ്രവാദത്തെക്കുറിച്ചും ഭീകരതയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടുമാണ് നമുക്കതിനെ എതിർക്കേണ്ടി വരുന്നത്. അപ്പോൾ നമുക്കിനി നാളെ കാണാം. ഞാൻ കുറച്ച് തിരക്കിലാണ്. റെനി പോയാലോ? ഇഫ് യു ഹാവ് ദി കറേജ് ആൻസർ ദി ക്വസ്റ്റ്യൻ. എന്നോടാണോ? അല്ല, അനില, റെനി നിങ്ങളോടാണല്ലേ. ശരി, അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.